A very fine good morning everyone. So last class we organizing and discuss ചെയ്തത്, and in this video we will see what decision making is. So here is the syllabus. So syllabus we second part decision making. So first part organizing and second part decision making ആണ്. So decision making limitations of decision making, evaluation and selecting from alternatives, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So here we begin. What is decision making? Okay, എന്താണ് decision making? So decision making എന്ന് വെച്ചാൽ നമ്മളുടെ ഓർഗനൈസേഷന് ഒരു ഗോൾ ഉണ്ടായിരിക്കും. സോ ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഗോളിലേക്ക് എത്താനായിട്ട് കുറേ ഓൾട്ടർനേറ്റീവ്സ്, ഓരോ സിറ്റുവേഷനിലും കുറച്ചധികം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകും. ഈ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുക. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് ചൂസിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ from among the alternatives to achieve a desired goal. So this is what decision making is, and it is a core process of planning. We have seen the functions of management. So first function എന്തായിരുന്നു? പ്ലാനിങ് ആയിരുന്നു. സോ പ്ലാനിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് decision making. And it is, so what is decision making? We are choosing what to do and what not to do. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഒരു സിറ്റുവേഷനിൽ കുറേ കാര്യങ്ങൾ കാണും. സോ അതിൽ ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടാത്തത്. സോ ദാറ്റ് ഈസ് വാട്ട് ഡിസിഷൻ മേക്കിംഗ് ഇസ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി റാഷണൽ ഓർ ഇറാഷണൽ. ഓക്കെ, റാഷണൽ ഇൻ ദ സെൻസ് ഇറ്റ് ക്യാൻ ബി ലോജിക്കൽ ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി നോട്ട് ലോജിക്കൽ. ഓക്കെ, സോ റാഷണലും ആകാം, ഇറാഷണലും ആകാം. ആൻഡ് ദർ ആർ എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ടു ദി മാനേജ്മെൻറ്റ്, ആൻഡ് ഫ്രം എമംഗ് ദീസ് number of alternatives we choose the best one. So here are some definitions given by the people across the world. So the first one is, so ഈ എല്ലാ ഡെഫിനിഷൻസിലും നമുക്ക് കാണാം, ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ സെലക്ഷൻ. ഓക്കെ, സോ ഐ ഹാവ് അണ്ടർലൈൻഡ് ദ മെയിൻ പോയിൻറ്റ്സ്. അതായത് സെലക്ഷൻ ആണ്, എല്ലാത്തിലും സെലക്ഷനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ദിസ് സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. എന്തെങ്കിലും ഒരു ഫാക്ടർ കാണും ഈ സെലക്ഷന്. കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്ന ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ഫ്രം എ സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് വിച്ച് ഇസ് തോട്ട് ടു ഫുൾഫിൽ ദി ഒബ്ജക്റ്റീവ്. സോ ഫൈനലി നമ്മളുടെ ഓർഗനൈസേഷണൽ ഗോളാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ ദറ്റ് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. സോ ഒരു സിസ്റ്റമാറ്റിക് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ഓൺലി ത്രൂ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സിൽ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സിൽ കൂടെ മാത്രമേ നമുക്ക് ഈ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള, അതായത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി ഡെഫിനിഷൻസ്. സോ decision making is defined as selection of a course of action from among the alternatives. And another definition is, it is the selection based on some criteria from two or more possible alternatives. And the next one is, it is the process of selection from a set of alternative course of action which is thought to fulfill the objective of the decision problem more satisfactorily than others. A decision is a selection of course of action from two or more alternatives and the decision making process. Okay, decision making process എന്താണ്? ആ പ്രോസസ്സിൽ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ത്രൂ ദാറ്റ് സ്റ്റെപ്സ്, ആ ഒരു സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫൈനലി വി ആർ സെലക്ടിങ് ദി ഓൾട്ടർനേറ്റീവ്. അഗെയിൻ decision making features, the important features അല്ലെങ്കിൽ importance of decision making. As already said, it is a selection process. So we are selecting the best alternative from available alternatives. Second one, it is a goal oriented process. Okay, that is finally what we are, നമുക്കൊരു ഡിസൈഡ് ഗോൾ ഉണ്ട്, ഓർഗനൈസേഷണൽ ഗോൾ ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ മേക്കിംഗ് ദി ഡിസിഷൻസ്. സോ ഡിസിഷൻസ് ആർ മെയ്ഡ് ടു അച്ചീവ് സം ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് ദി എൻഡ് പ്രോസസ്സ്. സോ ഒരു ഫൈനൽ, അതായത് ഒരു കൺക്ലൂഡിങ് പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ്, അല്ലേ? അതായത് വി ആർ ഗെറ്റിംഗ് എ റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ്. സോ ഇറ്റ് ഈസ് പ്രിസീഡഡ് ബൈ എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഒരു ഡിസ്കഷനിൽ കൂടെയും ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ഷനിൽ കൂടെയും വി ആർ റീച്ചിങ് എ കൺക്ലൂഷൻ. സോ ഇറ്റ് ഈസ് എ കൺക്ലൂഡിങ് പ്രോസസ്. ഇറ്റ് ഈസ് എ ഹ്യൂമൻ ആൻഡ് റാഷണൽ പ്രോസസ്. ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു, അതായത് ഹ്യൂമൻ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് വെച്ചിട്ട്
ഡീപ്പ് തിങ്കിങ്ങിൽ കൂടെയും അതുപോലെ തന്നെ എന്താണ് നിയർ ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, സോ അതിൻ്റെ ആ ഒരു ഫ്യൂച്ചർ സിറ്റുവേഷൻസൊക്കെ ഫോർസീ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഹ്യൂമൻ ആൻഡ് റാഷണൽ പ്രോസസ് which involves the application of intellectual abilities. It involves deep thinking and foreseeing things. Decision making is a dynamic process. Dynamic എന്ന് വെച്ചാൽ എന്താ? It involves a group of people. Okay, and then through a process we finally reach to a conclusion. Okay, ഏത് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണമെന്ന് സോ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുവാണ്. അത് കുറേ പ്രോസസ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ്സ്. ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷണൽ, അതായത് ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് ആ ഡിസിഷനും ചേഞ്ച് ആകാം. ഓക്കെ, സോ എ പെർട്ടിക്കുലർ പ്രോബ്ലം മേ ഹാവ് ഡിഫറെൻറ്റ് ഡിസിഷൻസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഡിപ്പെൻഡിങ് ഓൺ ദി സിറ്റുവേഷൻ. സോ സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻസ്. ഡിസിഷൻ മേക്കിംഗ് ഇസ് എ കണ്ടിന്യൂസ് ഓർ ഓൺ ഗോയിങ് പ്രോസസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ we will have a series of steps. Again, decision making implies freedom to the decision maker. So the decision maker or the manager will have the complete freedom to make a particular decision. So it involves using the resources in specified way. അതാ ഡിസിഷൻ മേക്കറിൻ്റെ തിങ്കിങ് എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എപ്പോഴും ഉണ്ടായിരിക്കും. ഡിസിഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, സോ നമ്മുടെ ഡിസിഷൻ, നമ്മൾ എടുക്കുന്ന ഡിസിഷന് ഇറ്റ് ക്യാൻ ഹാവ് പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് ഇമ്പാക്ട്. നെക്സ്റ്റ് ഇസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. So decision making process is a systematic or sequential set of steps. It depends on nature of problem and nature of the organization. Okay, so decision making process എന്ന് വെച്ചാൽ it involves a series of steps. Okay, mainly 6 steps ആണ് decision making പ്രോസസ്സിലുള്ളത്. First is identification of the problem, diagnosis and analysis of the problem, search for alternatives, evaluation of alternatives, selecting an alternative, and the 6th step is implementation and follow up. So ഇങ്ങനെ 6 steps ആണ്. ഓക്കെ, ഈ ഓരോ സ്റ്റെപ്സും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം ഇനി. സോ ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് കോസ്, എന്താണ് ആ പ്രോബ്ലം ഉണ്ടാകാനായിട്ടുള്ള റീസൺ, അതുപോലെ തന്നെ ആ ഒരു എൻവിയോൺമെൻറ്റ്. ഓക്കെ, ആ നമ്മളുടെ ഇപ്പോൾ കറൻറ്റ് ഓർഗനൈസേഷൻ്റെ എൻവിയോൺമെൻറ്റ് എന്താണ്. സോ ഈ 2 കാര്യങ്ങളാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടത്. സോ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ബിഗിൻസ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം. എ വെൽ ഡിഫൈൻഡ് പ്രോബ്ലം ഇസ് ഹാഫ് സോൾവ്ഡ്. നമുക്കിപ്പോൾ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ വി ക്യാൻ സേ ദാറ്റ് അവർ പ്രോബ്ലം ഇസ് ഹാഫ് സോൾവ്ഡ്. ഓക്കെ, പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്ന് നമുക്ക് ആ എന്താണ് നമ്മളുടെ പ്രോബ്ലം എന്ന് റെക്ടിഫൈ ചെയ്താൽ തന്നെ മനസ്സിലാവും. The managers should find the causes of the problem. Okay, so what is the real cause of the problem? So അത് മാനേജേഴ്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കോസ് അല്ല, there may be a number of causes for an organizational problem and the manager has to identify the problem. Okay, so ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ it is not an easy task. Okay, so that is the first thing, that is to identify the problem, the cause of the problem. Manager must continuously monitor the decision making environment. And what environment? Okay, ഏത് എൻവിയോൺമെൻറ്റിലാണ് ഇപ്പോൾ പ്രസൻറ്റ് എൻവിയോൺമെൻറ്റ് എന്താണ്, സോ അതിനെ പറ്റിയിട്ട് ഒരു മോണിറ്ററിങ് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ്, അതായത് ഇപ്പോൾ കമ്പനിയിൽ നടക്കുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ് എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. ഓക്കെ, സോ ആ മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ എന്താണ്, മാനേജ്മെൻറ്റ് റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ പ്രോഗ്രസ് അഗെയിൻസ്റ്റ് ബഡ്ജറ്റ്. ഓക്കെ, കമ്പയർ ദി റിസൾട്ട് against the ideas by competitors and the efficiency of employees. So ഇപ്പോഴത്തെ പ്രസൻറ്റ് എൻവിയോൺമെൻറ്റ്, ഓക്കെ, പ്രസൻറ്റ് എംപ്ലോയീസ് എങ്ങനെയാണ്, അവരുടെ എഫിഷ്യൻസി, ഓക്കെ, ദെൻ റിസൾട്ട്, നമുക്ക് കമ്പനിയുടെ റീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ട്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രോഗ്രസ്. സോ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ദി എൻവിയോൺമെൻറ്റ്. And managers have to use imagination, experience and judgment. Okay, imagination യൂസ് ചെയ്യണം, എക്സ്പീരിയൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്തത്, സോ പാസ്റ്റ് എക്സ്പീരിയൻസ്, അതുപോലെ ഇമാജിനേഷൻ. ഓക്കെ, ഇമാജിനേഷൻ ദാറ്റ് മീൻസ് ആ ലോജിക്ക് യൂസ് ചെയ്യുക, ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ഹൗ ഹി ക്യാൻ ജഡ്ജ്.
സോ ഇത് അറിഞ്ഞാൽ മാത്രമേ റിയൽ നേച്ചർ ഓഫ് ദി പ്രോബ്ലം നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. Now moving on to the second step, it is diagnosis. Okay, diagnosis എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു സോഴ്സ് കണ്ടെത്തുക. ഓക്കെ, സോ വി ആർ റീച്ചിങ് ഔട്ട് ടു ദി സോഴ്സ്. പ്രോബ്ലത്തിൻ്റെ സോഴ്സ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. So diagnosing the real problem implies in knowing the real cause of gap between what is and what should be, and understanding the problem in relation to the objectives of the organization. Okay, അപ്പോൾ ഒരു സോഴ്സ് ഉണ്ടായിരിക്കും, അതായത് പ്രോബ്ലം ജനറേറ്റ് ചെയ്തത് എങ്ങനെയാണ്, പിന്നെ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഗ്യാപ്പ് എന്താണ്? അതാണ് പ്രോബ്ലത്തിൻ്റെ കോസ്. സോ അത് ഫില്ല് ചെയ്യാനായിട്ട് വി ഹാവ് ടു ഡയഗ്നോസ് ദി പ്രോബ്ലം അറ്റ് ഫസ്റ്റ്. ഈ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? അനാലിസിസ്. ഓക്കെ, അനാലിസിസ് എന്ന് വെച്ചാൽ പ്രോബ്ലം, അതായത് പ്രോബ്ലത്തിൻ്റെ നേച്ചർ മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രോബ്ലത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, ആൻഡ് ഗ്യാദർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പ്രോബ്ലം. സോ വി ഹാവ് ടു അനലൈസ് ദ പ്രോബ്ലം ഇൻ ഡീറ്റെയിൽ. സോ ആഫ്റ്റർ ഡയഗ്നോസിങ് ദ പ്രോബ്ലം, നെക്സ്റ്റ് ഫേസ് ഈസ് ടു അനലൈസ് ദി പ്രോബ്ലം. This process involves classifying the problem and gathering information. Therefore, the analysis requires to find out who. Okay, ആരാണ് ഡിസിഷൻസ് എടുക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ എന്ത് ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്തത്. വി ഹാവ് കളക്റ്റഡ് ഗ്യാതേർഡ് ഇൻഫർമേഷൻസ്. സോ വാട്ട് ഇൻഫർമേഷൻ ഈസ് നീഡഡ്, അതുപോലെ തന്നെ ഫ്രം വെയർ ദി ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ഓക്കെ, എന്ത് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വേണ്ടത്, അതുപോലെ തന്നെ എവിടെ നിന്ന്, from where we can gather this information, and whether some specialists should be consulted. ഓക്കെ, എന്തെങ്കിലും ഒരു അതായത് ആ ഒരു പ്രോബ്ലം മാനേജറിനെ എടുക്കാനായിട്ട് ആരുടെയെങ്കിലും ഒരു പുറത്തുനിന്ന് ഹെൽപ്പ് വേണം, ഒരു സ്പെഷ്യലൈസ്റ്റിൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടോ. സോ ഓൾ ദീസ് തിങ്സ് നമ്മൾ അനലൈസ് ചെയ്യുക. ഓക്കെ, ദ പാസ്റ്റ് ഇവൻറ്റ്സ് ദറ്റ് ആർ കോൺട്രിബ്യൂട്ടഡ് ടു ദ പ്രോബ്ലം പ്രസൻറ്റ് ടു ബി എക്സാമിൻഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രസൻറ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് നമ്മളുടെ പാസ്റ്റ് ഇവൻറ്റ്സ് അനലൈസ് ചെയ്യുക. പാസ്റ്റ് ഇവൻറ്റ്സ്, അതായത് നേരത്തെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു അതിനൊരു സൊല്യൂഷനിലെത്താൻ പറ്റിയത്. ഓക്കെ, സോ പാസ്റ്റ് ഇവൻറ്റ്സും അനലൈസ് ചെയ്യുക. എ പ്രോപ്പർ അനാലിസിസ് ഓഫ് ദി പ്രോബ്ലം ഹെൽപ്സ് ദി മാനേജർ ടു അക്സസ് ദി സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. സോ പ്രോപ്പർ അനാലിസിസിൽ കൂടെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്, വിച്ച് ഇസ് സെർച്ച് ഫോർ ഓൾട്ടർനേറ്റീവ്സ്. Okay, so we have identified the problem, we have gathered information and classified the problem. Next one, search for alternatives. So what are the possible ways? Okay, so there are കുറേ പോസിബിൾ വേസ് കാണും, പക്ഷേ ഈ എല്ലാ പോസിബിൾ വേസും നമുക്ക് റൈറ്റ് ഡിസിഷനിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, സോ വി ഹാവ് ടു, ഏതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഏതാണെന്ന് ഈ നമ്പർ ഓഫ്, അതായത് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് വി ഹാവ് ടു സെലക്ട്. ഓക്കെ, സോ അതിന് പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. സോ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്ത് ബേസിസിലാണ് ഓൾട്ടർനേറ്റീവ് സെർച്ച് ചെയ്യുന്നത്? വി ആർ സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ് ബേസ്ഡ് ഓൺ സർട്ടൺ ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂൺസ് ആൻഡ് ബെയിൽവിച്ച് ഹാവ് ഡിഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. സോ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്? By recognizing and overcoming those factors that stand critically in the way of a goal, the best alternative course of action can be selected. Okay, so limiting factor എന്ന് വെച്ചാൽ it is a critical criteria. ഈ ക്രിട്ടിക്കൽ ക്രൈറ്റീരിയയിൽ നിന്നാണ്, ഈ ക്രിട്ടിക്കൽ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് we can select the best out of all the alternatives. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈം ആൻഡ് കോസ്റ്റ് ഫാക്ടേഴ്സ്. ഓക്കെ, ടൈം കൺസ്യൂം ചെയ്യാത്ത, അതുപോലെ മിനിമം കോസ്റ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ. ഓക്കെ, മിനിമം കോസ്റ്റ്, സോ ടൈം കൺസ്യൂം ചെയ്യാത്തതും അതുപോലെ തന്നെ മിനിമം കോസ്റ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതായിരിക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അങ്ങനെ ഏത് ഫാക്ടറായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്, അത് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് വാട്ട് ലിമിറ്റിംഗ് ഫാക്ടർ ഇസ്. ക്രിയേറ്റീവ് തിങ്കിങ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസസ് വിൽ ഹെൽപ്പ് ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. സോ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ. ഓക്കെ, അതായത് ഒരു ക്രൈറ്റീരിയ വെച്ചാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ ക്രിയേറ്റീവ് തിങ്കിങ് വേണം, പാസ്റ്റ് എക്സ്പീരിയൻസ് വേണം, ആൻഡ് വാട്ട് ഓൾ പ്രാക്ടീസസ്
ഓക്കെ, സോ ഓൾറെഡി ക്യാരി ഔട്ട് ചെയ്ത പ്രാക്ടീസസ് ഏതൊക്കെയാണ്, സോ ഇതും കൂടെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. സോ നമ്മൾ കുറേ കുറേ ഓപ്ഷൻസ് ചൂസ് ചെയ്തു. ഈ ചൂസ് ചെയ്ത ഓപ്ഷൻസിൽ നിന്ന് ഓക്കെ ഇവാലുവേറ്റിംഗ് മീൻസ് വാട്ട്, ഇതിൻ്റെ ഇപ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും പോസിറ്റീവും നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. So after various alternatives are identified, the next stage is to evaluate each alternative. Okay. Evaluation is the process of measuring the positive and negative consequences of each alternative. നമുക്കിപ്പോൾ ഒരു 10 alternatives ഉണ്ടെങ്കിൽ ഈ 10 alternatives-ൻ്റെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ഓക്കെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് നെഗറ്റീവ് കോൺസിക്വൻസസ് അത് മെഷർ ചെയ്യുക. സോ ദാറ്റ് ഈസ് വാട്ട് ഇവാലുവേഷൻ ഇസ്. ഇനി ഇതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ മെയിൻലി 4 ക്രൈറ്റീരിയ ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റിസ്ക്. ഓക്കെ, ഏത് ഓൾട്ടർനേറ്റീവാണ് ഏറ്റവും കുറവ് റിസ്ക് ഉള്ളത്, സോ വി ഗോ ഫോർ ദാറ്റ് ഓൾട്ടർനേറ്റീവ്. ദെൻ എക്കണോമി ഓഫ് എഫേർട്സ്. ഓക്കെ, അതായത് മിനിമം കോസ്റ്റ്, മിനിമം ടൈം ആൻഡ് മിനിമം എഫേർട്ട് അല്ല, എല്ലാം മിനിമം. സോ മിനിമം കോസ്റ്റ്, അതുപോലെ മിനിമം ടൈമിൽ, അതുപോലെ ലെസ് എഫേർട്ടിൽ നമുക്ക് ഏത് ഓൾട്ടർനേറ്റീവ്സ് ആണ് ഓക്കെ ഈ 3 കാര്യങ്ങളും മിനിമം ആയിട്ടുള്ളത്. സോ വി ഗോ ഫോർ ദാറ്റ് ഓൾട്ടർനേറ്റീവ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ടൈമിംഗ് ഓർ സിറ്റുവേഷൻ. ഓക്കെ, സോ നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ ഏർജൻസി അനുസരിച്ചിരിക്കും ഏത് പ്രോബ്ലമാണ്, ഏത് ഓൾട്ടർനേറ്റീവാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, സോ ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. സോ നമ്മളുടെ റിസോഴ്സസ് നമുക്ക് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് ഓക്കെ ഒരു റിസോഴ്സ് അലോക്കേഷൻ പ്രോപ്പർ ആകുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്നത് ഏത് ഓൾട്ടർനേറ്റീവിൽ ചൂസ് ചെയ്യുമ്പോഴാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് മെഷർ ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയാസ്. മൂവിങ് ഓൺ ടു ദ 5th, സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. In this stage, the decision maker can select the best alternative. Okay, so best alternative എന്ന് വെച്ചാൽ എന്താണ്? So that best alternative will give the maximum result. Okay, so നമുക്കൊരു ബെസ്റ്റ് ഔട്ട്പുട്ടും തരുന്ന അതിനെയാണ് നമ്മൾ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒപ്റ്റിമം ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഈ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം? റിസൾട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവായിട്ട് അല്ലേ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ട റിസൾട്ട്. So the outcome of each alternative is compared with the light of organizational objective. And for selecting an alternative നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? എക്സ്പീരിയൻസ്, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് റിസർച്ച്. അതായത് ഇപ്പം നമുക്കൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കിട്ടണമെങ്കിൽ വി ഗോ ഫോർ ദി പാസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് പാസ്റ്റിൽ എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലംസ് നമ്മൾ ആ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്തത്. സോ ആ പാസ്റ്റ് എക്സ്പീരിയൻസ് we can use past experience. Then we can go for experimentations. Okay, അതായത് we can test നമ്മളുടെ ഈ ഓരോ ഓൾട്ടർനേറ്റീവ്സും നമുക്ക് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റിൽ ഏറ്റവും ബെറ്റർ റിസൾട്ട് തരുന്ന ഏതാണ്, സോ ഇൻ ദാറ്റ് വേ വി ക്യാൻ ചൂസ് ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ആൻഡ് ഫൈനലി ത്രൂ റിസർച്ച് ആൻഡ് അനാലിസിസ്. ഓക്കെ, അതായത് അതൊരു തിയററ്റിക്കൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. സോ ആ തിയററ്റിക്കൽ അപ്രോച്ചിൽ കൂടെ അതായത് മെയിൻലി നമ്മളിപ്പോൾ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ നേരത്ത് ഓക്കെ സോ അതായത് എന്തെങ്കിലും ഇന്നോവേഷൻസൊക്കെ ഒരു പുതിയ മെത്തേഡോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ നേരത്ത് വി ഗോ ഫോർ നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു റിസർച്ച് ആയിരിക്കും അവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു തിയററ്റിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. സോ ദറ്റ് ഈസ് റിസർച്ച് ആൻഡ് അനാലിസിസ്. സോ all these 3 will contribute to the selecting of best alternative. Next, finally, implementation and follow-up. Okay, so what is implementation? We have already taken a decision and we have to put this decision into an action. അപ്പോൾ ഈ ആക്ഷൻ ഒരു ആക്ഷൻ ആകണമെങ്കിൽ അതിനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എടുത്ത ആ ഡിസിഷൻ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദി അതർ അതായത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, നമ്മളുടെ ഈ ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽ ഇറ്റ് ഷുഡ് ഗെറ്റ് അക്സെപ്റ്റഡ്. ഓക്കെ, സോ അക്സെപ്റ്റൻസ് ഷുഡ് ബി ഒബ്റ്റെയിൻ ഫ്രം ദം. ആൻഡ് തേർഡ് വൺ, അക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ്. ഓക്കെ, അതായത് ഒരു തെറോ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ടൈം സീക്വൻസ് വെച്ചിട്ട് വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ്, അതായത് വി ഹാവ് ടു മേക്ക് ദിസ് ഇൻ ടു ആക്ഷൻ. അത് ഒരു റിയാലിറ്റി ആക്കണം. ഓക്കെ, ആൻഡ് ഫോർ ദാറ്റ് വി നീഡ് റിസോഴ്സസ്. അല്ലെ, റിസോഴ്സസ് വേണം. അതുപോലെ തന്നെ ആ ഒരു ടാസ്ക്, ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യണം.
So we have to resource should be allocated and the responsibility for the specific task should be assigned to individuals. ഇങ്ങനെ ഇത് ആക്ഷനിലേക്ക് ആക്കുമ്പോൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ, അതായത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് ഈൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് അറിയാനായിട്ട് എന്ത് ചെയ്യണം, വി ഹാവ് ടു കളക്ട് എ ഫീഡ്ബാക്ക് ആൻഡ് ത്രൂ ദാറ്റ് ഫീഡ്ബാക്ക് വി വിൽ ഗെറ്റ് എത്രത്തോളം എഫക്റ്റീവ് ആയെന്നുള്ളൊരു ഐഡിയ കിട്ടും. ആൻഡ് ഫ്രം ദാറ്റ് വി ക്യാൻ മേക്ക് അപ്പ് ഫോളോ അപ്സ്. സോ അത് എപ്പോഴും ഒരു ഫോളോ അപ്പ് ചെയ്യുക, ഫീഡ്ബാക്ക് ഫോളോ അപ്പ് ഇംപ്ലിമെൻറ്റേഷൻ്റെ കൂടെ തന്നെ ചെയ്യണം. ആൻഡ് ഫൈനലി ഇനി നമ്മൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ 6 സ്റ്റെപ്സാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലുള്ളത്. ഈ 6 സ്റ്റെപ്സിൽ നമ്മൾ പഠിച്ച സ്റ്റെപ്സാണ് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്, അതായത് ഓൾട്ടർനേറ്റീവ്സ് മെഷർ ചെയ്യുക. സോ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അതായത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സും മെഷർ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ടെക്നിക്സാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന്. സോ ദ ടെക്നിക്സ് ആർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, മാർജിനൽ അനാലിസിസ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് ആ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. സോ ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുക. സോ വിച്ച് ഇസ് ഗിവിങ് എ ഗുഡ് ക്വാണ്ടിറ്റി ആൻഡ് വിത്ത് ഗുഡ് ക്വാളിറ്റി. സോ ബെറ്റർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഏതാണ് നമുക്ക് ഏത് ഓൾട്ടർനേറ്റീവിൽ നിന്നാണ് ഈൽഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. So the factors which are measured in numerical units such as fixed operating cost, number of units of production, labors available are quantitative factors. So quantity measure ചെയ്യാൻ പറ്റുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സും അതുപോലെ തന്നെ മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ഫാക്ടേഴ്സ് അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്വാളിറ്റി ഓഫ് ലേബർ റിലേഷൻസ്, റെപ്യൂട്ടേഷൻ, കമ്പനി റെപ്യൂട്ടേഷൻസ്, പബ്ലിക് റിലേഷൻസ് ആൻഡ് എംപ്ലോയി മോറൽ. സോ ഇതൊന്നും നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല. So they are qualitative factors. So അങ്ങനെ ഒരു അനാലിസിസ് നടത്തുക. So which gives a better quality and quantity. So we go for that alternative. Again marginal analysis. Marginal analysis എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമ്മളതിലൊരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതായത് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക് ആസ് പ്രോഫിറ്റ്. ആ ഒരു കമ്പാരിസണിനെയാണ് നമ്മൾ മാർജിനൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് കമ്പാരിസൺ ഓഫ് അഡീഷണൽ റവന്യൂസ് അറൈസിങ് ഫ്രം അഡീഷണൽ കോസ്റ്റ്. നമ്മൾ എന്തോരം അഡീഷണൽ ആയിട്ട് കോസ്റ്റ് ഇട്ടു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എന്തോരം കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു, സോ ആ ഒരു എമൗണ്ട് തിരിച്ച് നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടണം. സോ അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് മാർജിനൽ അനാലിസിസ്. ദ ഓൾട്ടർനേറ്റീവ് ഗീവ്സ് മാക്സിമം പ്രോഫിറ്റ്. സോ നമ്മൾ എങ്ങനെയാണ്, അതായത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം, അങ്ങനെ ആ ഒരു രീതിയിലാണ് അല്ലേ. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് എപ്പോഴായിരിക്കും കിട്ടുക, അതായത് അഡീഷണലും നമ്മൾ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ അതിൽ നിന്ന് ആ പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടിയ റവന്യൂ രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് വി ഗെറ്റ് എ മാക്സിമം പ്രോഫിറ്റ്. സോ എക്സാമ്പിൾ ബ്രേക്ക് ഈവൺ അനാലിസിസ്. ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് വെച്ചാൽ അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ബാറ്ററി മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ, സോ ബാറ്ററി മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എടുത്തു, അതായത് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് സം പെർട്ടിക്കുലർ എമൗണ്ട്. ഇനി ഈ ബാറ്ററീസ് നമ്മൾ സെല്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആഫ്റ്റർ സെയിൽസ്, സോ ആ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയാണ് നമുക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന റവന്യൂ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. സോ ഇതിൻ്റെ തമ്മിലൊരു കമ്പാരിസൺ, ഇതിനെയാണ് മാർജിനൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുള്ളൂ. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് മിനിമം, അതുപോലെ തന്നെ വി ഗെറ്റ് മാക്സിമം റവന്യൂ മാക്സിമം, കിട്ടുന്നത് കൂടുതലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതും ആ റവന്യൂ കളക്ട് ചെയ്ത റവന്യൂ ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ആൻഡ് തേർഡ് വൺ ഇസ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് അനാലിസിസ്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് അനാലിസിസ് മീൻസ് ഇറ്റ് ഈസ് an ഇംപ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ മാർജിനൽ അനാലിസിസിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷനായിട്ട് പറയാം. സോ ദാറ്റ് ഈസ് യു ഹാവ് ടു ഗെറ്റ് ഹയർ നെറ്റ് ബെനിഫിറ്റ്. ഒന്നെങ്കിൽ നമുക്ക് ഹയർ ഔട്ട്പുട്ട് കിട്ടണം, ഹയർ ബെനിഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ കോസ്റ്റ്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമം ആയിരിക്കണം.
അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നെങ്കിൽ കുറവായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ റവന്യൂ കളക്ട് ചെയ്യുന്ന ആ ബെനിഫിറ്റ്, ഓക്കെ, റവന്യൂ അത് കൂടുതലായിരിക്കണം. സോ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും, ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നെക്സ്റ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. സോ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് പാസ്റ്റ് എക്സ്പീരിയൻസ്, എക്സ്പെരിമെൻറ്റേഷൻ, റിസർച്ച് ആൻഡ് അനാലിസിസ്. ഓക്കെ, എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? പാസ്റ്റ് എക്സ്പീരിയൻസിലായിരിക്കും കൂടുതൽ റിലേ ചെയ്യുക. സോ ദ മാനേജർ റിലേ മോർ ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ് ദാൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് ചോയ്സ്, ബട്ട് നോ ഡിസിഷൻ സിറ്റുവേഷൻ ഇസ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ദി പാസ്റ്റ്. അതായത് ഇപ്പോൾ പാസ്റ്റിൽ ഒരു പ്രോബ്ലം ഉണ്ടായി, പക്ഷേ അപ്പോഴത്തെ ആ ഒരു എൻവിയോൺമെൻറ്റ് ആയിരിക്കില്ല, ഓക്കെ, കുറച്ച് നാൾ, അതായത് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ, കറൻറ്റ് എൻവിയോൺമെൻറ്റ് അതേപോലെ ആയിരിക്കില്ല. സോ അത് നമുക്ക് കറക്റ്റായിട്ട് പാസ്റ്റിൽ എങ്ങനെയാണോ ആ സിറ്റുവേഷൻ സോൾവ് ചെയ്തത് അതുപോലെ ഇപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, സോ ദറ്റ് ഈസ് നോ സിറ്റുവേഷൻ ഇസ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ദി പാസ്റ്റ്. Past experiences must be used with discretion and judgment. So proper discretion and proper judgmentum ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ കൂടെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. Again, experimentation. So experimentation means it is a trial and error method. Okay, so we are testing. ടെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഓൾസോ ടൈം കൺസ്യൂമിങ്. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഒപ്റ്റിമം റിസൾട്ടിൽ റീച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വേർ എ ഡിസിഷൻ ഇസ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു ഡിസിഷൻ്റെ കേസിൽ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തു, അത് ഒന്ന് റിവേഴ്സ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. വി ഹാവ് ഓൾറെഡി ക്യാരിഡ് ഔട്ട് ദാറ്റ് ടെസ്റ്റ്. ഓക്കെ, so example is test marketing of the products. Again, research and analysis means what? It is a theoretical approach and it is time consuming, but it is cheaper than experimentation. It is an important step. ഇപ്പോൾ ഇതിൽ റിസർച്ച് ആൻഡ് അനാലിസിസിൽ നമ്മൾ സെയിം ഒരു മോഡൽ, ഓക്കെ, അതായത് സെയിം എൻവിയോൺമെൻറ്റ്, സെയിം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അതിൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ആ മോഡൽ എങ്ങനെ തിയററ്റിക്കലായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് റിസർച്ച് ആൻഡ് അനാലിസിസിൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. And next, let's discuss the important questions from this part. First one, explain decision making process and its limitations. So പ്രോസസ്സിൽ എന്താണ് പ്രോസസ്സ്, ആ 6 സ്റ്റെപ്സും അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. Again, why decision making is a difficult task. ഓക്കെ, സോ വൈ ഇസ് ഇറ്റ് എ ഡിഫിക്കൽട്ട് ടാസ്ക് എന്നുള്ളതിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതായത് ഓരോ പ്രോസസ്സിലും നമുക്കറിയാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. ഓക്കെ, ആ ഓരോ പ്രശ്നങ്ങളായിരിക്കും അതിന് ഡിഫിക്കൽറ്റി അതിൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ കൂട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എക്സ്പെരിമെൻറ്റേഷൻ ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ, ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും, ഡിസിഷൻ മേക്കിംഗ് എക്സ്പെൻസീവ് ആയിരിക്കും. സോ നമ്മൾ ലിമിറ്റേഷൻസ് തന്നെ എഴുതുക, അതായത് ആ പ്രോസസ്സിൽ ഓരോ പ്രോസസ്സിൻ്റെയും ലിമിറ്റേഷൻസ് എഴുതിയാൽ മതി. ഓക്കെ, റൈറ്റ് ഡൗൺ ദി പ്രോസസ് ഫോളോഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഓക്കെ, പ്രോസസ് സ്റ്റെപ്സ് എഴുതുക. ദെൻ മെൻഷൻ ദ 3 അപ്രോച്ചസ്. ഓക്കെ, സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാനുള്ള 3 അപ്രോച്ച് എന്തൊക്കെയാണ്? എക്സ്പെരിമെൻറ്റേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് റിസർച്ച് ആൻഡ് അനാലിസിസ്. ഓക്കെ, അഗെയിൻ ടെക്നിക്സ് യൂസ്ഫുൾ വൈൽ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. ടെക്നിക്സ് ഏതൊക്കെയായിരുന്നു? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, മാർജിനൽ അനാലിസിസ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ്. സോ അതിനെപ്പറ്റി എഴുതാം. How will you evaluate the importance of a decision? So what is the importance of a decision? Okay, importance, decision making process, ആ ഫീച്ചേഴ്സ് തന്നെ മെൻഷൻ ചെയ്യുക. Explain the term decision and decision making. So okay, definitions and explanations. ഇനി ഈ തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് നിങ്ങളത് പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ പോരാ. ഓക്കെ, എക്സ്പ്ലെയിൻ ലിറ്റിൽ ബിറ്റ്, കാരണം ആ എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെങ്തി ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.